അങ്ങനെ നമ്മുടെ സുഭാഷും നികേഷും ഹരീഷും കൂടി സുധീഷിനെ തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഗുണ്ടകൾ സുധീഷിനെ കയറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവരാണെങ്കിൽ ഓവർ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓവർ സ്പീഡിൽ വരുന്ന സമയത്ത് നമ്മുടെ ഹരീഷിനെ വണ്ടി വന്നിട്ട് ആ ഗുണ്ടകളുടെ വണ്ടിയിൽ തമ്മിൽ മുട്ടുന്നുണ്ട്. ഹരീഷ് പോയി തെറിച്ച് വീഴുന്നുണ്ട്. എന്തായാലും ഹരീഷിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷിൻ്റെ വണ്ടിയിലത്തെ ഡ്രൈവർ ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ഹരീഷിനോട് പറയുന്നുണ്ട്, കുറേ ചീത്ത പറയുന്നുണ്ട്. നിനക്ക് എന്താടാ നോക്കി വന്നൂടെ, നീ എന്തിനാണ് അത്ര ഓവർ സ്പീഡായിട്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷിന് ഹരീഷിനെ പറയുന്നത് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞിട്ട് സുഭാഷ് കയറിയിട്ട് ആ ഗുണ്ടകളോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളാണ് ശരിക്കും വരാത്തത്, നിങ്ങളായിരുന്നു ഓവർ സ്പീഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടാ പോട്ടെ വീട്, നമുക്കിപ്പോൾ നേരമില്ലാത്ത കൊടുത്ത് അവരോട് തമ്മിത്തല്ലി നിൽക്കണ്ട പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സുഭാഷ് തിരിച്ച് പോണ സമയത്ത് നമ്മുടെ സുധീഷ് അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഏട്ടാന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് സുധീഷിനെ കണ്ട് എന്നിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടനോട് പറയുന്നത് നമ്മുടെ സുധീഷ് ഏട്ടൻ ആ വണ്ടിയിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അപ്പോഴേക്കും ആ ഗുണ്ടകൾ വേഗം വണ്ടി എടുത്ത് സ്പീഡിൽ പോകുന്നുണ്ട്. വേഗം നമ്മുടെ ഹരീഷും സുഭാഷ് ഏട്ടനും നികേഷും കൂടി വേഗം അവരുടെ പിന്നിൽ തന്നെ കുറേ തിരഞ്ഞു പോയിട്ട് എന്തായാലും ആ വണ്ടിയെ നിർത്തുന്നുണ്ട്. നിർത്തുന്ന സമയത്ത് നമ്മുടെ ഗുണ്ടകൾ പറയേണ്ടത് ഇവർക്ക് ഒന്നും പറ്റിയിട്ടില്ല, പിന്നെ ഇവരെന്തിനാ നമ്മുടെ പിന്നിൽ വന്ന് നമ്മളെങ്ങനെ നിർത്തണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും അവരെ ഞാൻ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഇറങ്ങിയിട്ട് രണ്ടാളും കൂടി അടി കൂടുന്ന സമയത്ത് നമ്മുടെ നികേഷ് വേഗം പോയിട്ട് സുധീഷിനെ രക്ഷിക്കുന്നുണ്ട്. സുധീഷും കൈയൊക്കെ കെട്ടതൊക്കെ അഴിച്ച ശേഷം സുധീഷും എല്ലാവരോടും കൂടി അടി കൂടിയിട്ട് സുധീഷ് രക്ഷപ്പെട്ടിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹേമ വന്നിട്ട് പറയുന്ന സാന്ദ്രമുള്ള ഒരു ചായ ഇടും മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് പേപ്പറൊക്കെ വായിച്ചിട്ട്. ഹേമ പോയി പേപ്പർ എടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ സുധീഷിനെ കണ്ടിട്ട് പേടിച്ച് ഓടിപ്പോയിട്ട് നമ്മുടെ രാജീവിനെ അരുണിനെയൊക്കെ വിളിക്കുന്നുണ്ട്. എന്തായാലും അവരൊക്കെ എല്ലാവരും കൂടി പുറത്ത് വരുന്ന നമ്മുടെ നിധിയും കണ്ടുകൊണ്ട് ഓടി വരുന്നുണ്ട്. നിധിയുടെ മുന്നിലേക്ക് നമ്മുടെ സുധീഷ് ധൈര്യത്തോടു കൂടി വരുന്നുണ്ട്. അപ്പോൾ സുധീഷിനോട് ചോദിക്കുന്നത്, നിങ്ങളാണോ പൈസ ഇതൊക്കെ മോഷ്ടിച്ചത്? ഇവരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ മോഷ്ടിച്ചിട്ടില്ലല്ലോ പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രാജീവ് നമ്മളാണ് ഇവനെ കുടിക്കുന്നൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളൊന്നും മുണ്ടണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ഇങ്ങനെ എല്ലാം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അവനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയതാണ്, അവൻ്റെ പൈസയൊക്കെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാജീവൻ പറയാം, ശരി അതൊക്കെ വിട്ടുകളെ, അത് ഇനി പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നല്ലവനാവാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നികേഷ് ആ ഗുണ്ടനെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് വരുന്ന എല്ലാ തെളിവും അടക്കം നമ്മുടെ രാജീവിൻ്റെ കള്ളത്തരം മുഴുവനും പൊളിച്ചടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധി ഇനി രാജീവിനോട് ഇനി ഞാൻ ഈ ജന്മം നിങ്ങളുടെ ഈ വീട്ടിലേക്ക് കടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.